മഹാലക്ഷ്മി സീരിയലിൻ്റെ പുതിയൊരു എപ്പിസോഡിൻ്റെ പ്രൊമോ റിവ്യൂ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്തായാലും നമ്മളുടെ വാമദേവൻ്റെ ബ്ലാക്ക് മെയിലിങ് അനന്തമായിട്ട് തന്നെ അവസാനിപ്പിക്കുന്ന എപ്പിസോഡാണ് വരാൻ പോകുന്നത്. നമ്മളുടെ കണ്ണനാണെങ്കിൽ ആ കാട്ടിലുള്ള ആ ഒരു അമ്പലത്തിൽ വരുന്നുണ്ട്. അവിടെ വെച്ചാണ് കണ്ണൻ ആ ദിവ്യയായ ഒരു അമ്മയെ കാണുന്നതും. എന്നിട്ട് ആ അമ്പലത്തിൽ വന്നിട്ട് കണ്ണൻ ചുറ്റും നോക്കിയിട്ട് അമ്മയെ കാണാണ്ടാവുമ്പം ആ അമ്മയെ ഇവിടെ എങ്ങും കാണുന്നില്ലല്ലോ, ഇന്ന് അമ്മയെ കാണണമെന്ന് വിചാരിച്ചാൽ വന്നേന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് നോക്കണ സമയത്താണ് വെളിയിൽ മാർക്കോ നിൽക്കണ കാണണേ. മാർക്കോയെ കണ്ടതും കണ്ണനാണെങ്കിൽ സന്തോഷത്തോടു കൂടി മാർക്കോയുടെ അടുത്തേക്ക് ചെന്നിട്ട് ചോദിക്കുന്നുണ്ട്, മാർക്കോ നീ ഇവിടെ ഉണ്ടായിരുന്നോ? എന്തായാലും ഞാനിന്ന് ആ അമ്മയെ കാണാനാണ് വന്നത്, ആ അമ്മയെ ഇവിടെ കണ്ടില്ലല്ലോ എന്ന് പറയുമ്പം ആ അമ്മയെ അങ്ങനെ എപ്പോഴൊന്നും കാണില്ല, എന്തായാലും ഇവിടെ അയ്യപ്പ ഭഗവാനല്ലേ ഉള്ളത്, പിന്നെ അമ്മ ഇടയ്ക്കൊക്കെ ഇവിടെ ഉണ്ടാവാറുണ്ട്, അധികം തിരക്കുള്ള അമ്പലമൊന്നും അല്ല ഇത്, പക്ഷേ ഇവിടെ വരേണ്ടവർ മാത്രമേ വരാറുള്ളൂ എന്ന് പറയുമ്പോൾ കണ്ണൻ പറയുന്നുണ്ട്, ശരിക്കും ആ അമ്മ ഒരു അത്ഭുതമാണ് മാർക്കോ, എനിക്ക് അന്നൊരു അയ്യപ്പ വിഗ്രഹം തന്നു എന്ന് പറഞ്ഞില്ലേ, എനിക്ക് ആക്സിഡൻ്റായ അന്ന് ഒരമ്മ തന്നെന്ന് ഞാൻ പറഞ്ഞില്ലേ, അത് ഈ അമ്മയാടാ. ആ വിഗ്രഹം ഇപ്പോൾ മഹിയുടെ കയ്യിലുള്ളത്. അന്ന് ആ വിഗ്രഹം എൻ്റെ കയ്യിൽ നിന്ന് തെറിച്ച് പോയിരുന്നു. എന്നിട്ട് മഹിയുടെ കയ്യിൽ കണ്ടപ്പോൾ എനിക്ക് സംശയം ഉണ്ടായിരുന്നു അത് അമ്മ തന്ന വിഗ്രഹമാണെന്ന്. പിന്നീട് ഇപ്പോൾ മഹി എന്നോട് സത്യം പറഞ്ഞടാ, ആ വിഗ്രഹം അന്ന് എൻ്റെ കയ്യിൽ നിന്നും നഷ്ടപ്പെട്ടു പോയ അതേ വിഗ്രഹമാണ്. ആ വിഗ്രഹത്തിലാണ് മഹി ഇത്രയും നാളും പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത്. ആ സമയം മാർക്കോ പറയുന്നുണ്ട്, എന്തായാലും മഹാലക്ഷ്മിയെ കണ്ണൻ സാർ ഇനി ഒരിക്കലും സങ്കടപ്പെടുത്തരുത്, അത് വലിയ ബുദ്ധിമുട്ടാണ്, ബാക്കി എന്തും മഹാലക്ഷ്മി സഹിക്കും, പക്ഷേ കണ്ണൻ സാറ് മഹാലക്ഷ്മിയോട് പിണങ്ങിയാൽ അത് മഹാലക്ഷ്മിക്ക് ഒരിക്കലും താങ്ങാൻ പറ്റില്ല. എന്തായാലും മഹാലക്ഷ്മിക്ക് ഇപ്പം എങ്ങനെയുണ്ടെന്ന് ചോദിക്കുമ്പം ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല, അയാൾ ICUവിൽ. മാർക്കോ വരുന്നില്ല ആസ്പത്രിയിലേക്കെന്ന് ചോദിക്കുമ്പം ഞാൻ വരാം സാറേ, എന്തായാലും മഹാലക്ഷ്മിയെ നല്ലോണം നോക്കിക്കൊള്ളണോട്ടോ സാറേ, ഇനി മഹാലക്ഷ്മിയെ ഒരു രീതിയിലും ബുദ്ധിമുട്ടിക്കരുതെന്ന് പറയുമ്പം ഇല്ലട മാർക്കോ, ഇനി ഞാനും മഹിയും തമ്മിൽ ഒരിക്കലും പിണങ്ങില്ല, ഇത് ഞങ്ങളുടെ ജീവിതത്തിലെ അവസാനത്തെ പിണക്ക, എന്നാൽ സാറ് പോയിക്കോ, ഞാൻ പുറകെ വന്നേക്കാമെന്നും പറഞ്ഞ് മാർക്കോയാണെങ്കിൽ കണ്ണനെ യാത്ര അയക്കുന്നുണ്ട്. പിന്നീട് മാർക്കോ അകത്തേക്ക് കയറി വരുമ്പോൾ ആ ദിവ്യയായ അമ്മ അവിടെ നിന്ന് മാല കെട്ടുന്നുണ്ട്. ആ സമയത്ത് മാർക്കോ ചോദിക്കുന്നുണ്ട്, കണ്ണൻ സാർ ഒരുപാട് പ്രാവശ്യം അമ്മയെ അന്വേഷിച്ച് ഇതിലേക്ക് നടന്നു, എന്നിട്ട് അമ്മ എന്താ ദർശനം കൊടുക്കാത്തതെന്ന് ചോദിച്ചപ്പോൾ ഞാൻ കാണുന്നുണ്ടായിരുന്നു മകനെ, കണ്ണൻ എന്നെ കാണാതിരിക്കാനാ ഞാനും കൂടി മാറി നിന്ന്, എന്താ അമ്മയെ കണ്ണൻ സാറിൻ്റെ മുമ്പിൽ പോവാതിരുന്നതെന്ന് ചോദിക്കുമ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ കണ്ണമോനെ കണ്ടായിരുന്നു, എല്ലാത്തിനും പ്രതിവിധി പറഞ്ഞിട്ടുണ്ട്, ഇനിയിപ്പോൾ കണ്ണൻ സാറിന് ഉറപ്പായിട്ടുണ്ട് കണ്ണൻ സാറും മഹാലക്ഷ്മിയും കാണുന്ന ആ അമ്മ തന്നെയാണ്. അന്നേരം ആ അമ്മ പറയുന്നുണ്ട്, അത് ഉറപ്പൊന്നും ആയിട്ടില്ല, ചെറിയൊരു സംശയമുണ്ട്, ആ സംശയം അങ്ങനെ തന്നെ നിൽക്കട്ടെ, ഇനിയിപ്പോൾ എന്തായാലും ഇതുപോലെയുള്ള ഒരുപാട് സംശയങ്ങൾ തീരാനുണ്ട്, അതൊക്കെ പോകെ തീർന്നോളും, പിന്നെ കണ്ണൻ്റെയും മഹാലക്ഷ്മിയുടെയും കുഞ്ഞിൻ്റെ ജനനം ഇത്തിരി കടുപ്പായിരിക്കും എന്ന് പറയുമ്പോൾ മാർക്കോ ചോദിക്കുന്നുണ്ട്, അതെന്താ അമ്മേ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ പ്രശ്നമുണ്ട്, പക്ഷേ അതെല്ലാം തരണം ചെയ്യാനുള്ള ശക്തി അവർക്ക് ഭഗവാൻ കൊടുക്കും, അതിനുള്ള മാർഗ്ഗം അവരുടെ പൂജാമുറിയിൽ ഇരിക്കുന്ന ആ ഒരു അയ്യപ്പ വിഗ്രഹം അതവിടെ ഉള്ളിടത്തോളം അവരെ ആർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ മാർക്കോ ചോദിക്കുന്നുണ്ട്, അതാരെങ്കിലും അവിടെ നിന്ന് നഷ്ടപ്പെടുത്തിയാലോ അമ്മയെന്ന് ചോദിക്കുമ്പോൾ അതും സാധിക്കില്ല, ഇതിനു മുമ്പ് ഒരിക്കൽ മഹാലക്ഷ്മി മോളുടെ അനുജത്തി അതിനെ കൊണ്ടുവന്ന് പുഴയിൽ എറിഞ്ഞതാ, എന്നിട്ട് ഞാനത് തിരിച്ചു കൊണ്ടേ കൊടുത്തില്ലേ, പിന്നീട് വേറൊരു ദുഷ്ടനും ആ അയ്യപ്പ വിഗ്രഹം അവിടെ നിന്ന് കളയാൻ നോക്കി, അപ്പോഴും ഞാനത് തിരിച്ച് അവിടെ തന്നെ കൊണ്ടുവന്ന് എത്തിച്ചു കൊടുത്തു, നിൻ്റെ കയ്യിൽ ഞാനൊരു വേല് തന്നിട്ടില്ലേ, അതാണ് നിൻ്റെ ശക്തി, അന്ന് ആ മേഘനാഥൻ നിന്നെ വണ്ടി ഇടിച്ച് വീഴ്ത്തിയപ്പോൾ ആ വേല് നിൻ്റെ ശരീരത്തിൽ നിന്നും തെറിച്ചു പോയിരുന്നില്ലേ, അന്ന് ഭാഗ്യത്തിനാണ് നീ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നത്, എന്തായാലും കൃത്യസമയത്ത് ഞാൻ ആ വേലുകൊണ്ട് വന്നതുകൊണ്ട് നിനക്ക് കുഴപ്പമൊന്നും ഉണ്ടായില്ലല്ലോ, ഇതുപോലെ തന്നെ മഹാലക്ഷ്മിക്കും കണ്ണനും ഒരു പ്രശ്നമില്ലാണ്ട് ഭഗവാൻ കാത്തോളൂ എന്ന് പറയുമ്പം ഈ മാർക്കോ ചോദിക്കുന്നുണ്ട്, കുഞ്ഞിൻ്റെ ജനനത്തിൽ പ്രശ്നമുണ്ടെങ്കിൽ നമ്മളതിനെന്തെങ്കിലും പ്രതിവിധി ചെയ്യണ്ടേ അമ്മയെന്ന് ചോദിക്കുമ്പം അതിന് വേറെ പ്രതിവിധിയൊന്നുമില്ല, പ്രാർത്ഥന മാത്രമേ ഉള്ളൂ പ്രതിവിധി, എല്ലാവരും പ്രാർത്ഥിക്കുക. പിന്നീട് കാണിക്കുന്നത് ICUവിൻ്റെ പുറത്തു കൂടെ ഇങ്ങനെ ലേഖ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്ന സമയത്ത് ലേഖയുടെ കയ്യിലിരുന്ന ഫോൺ ബെല്ലടിക്കുന്നുണ്ട്. ഫോൺ നോക്കിയതും വാമദേവനാന്ന് കണ്ടിട്ട് ലേഖ വേഗം തന്നെ ഫോണും കൊണ്ട് അനന്തുവിൻ്റെ അടുത്തേക്ക് വരുന്നുണ്ട്. അനന്തുവിൻ്റെ കയ്യിൽ ഫോൺ കൊടുത്തിട്ട് ഇത് അയാളാ കണ്ണേട്ടൻ്റെ അമ്മാവനെ വിളിക്കണേ, അയാൾ പൈസ ചോദിച്ച് വിളിക്കണേയിരിക്കും, എന്തായാലും ഞാൻ അയാളോട് സംസാരിക്കാമെന്നും പറഞ്ഞ് അനന്ത് ഫോൺ എടുത്തിട്ട് എന്താ അങ്കിളെന്ന് ചോദിക്കുമ്പം നീ ആരാന്ന് ചോദിക്കണം. അന്നേരം ഞാൻ അനന്തു, അപ്പോൾ മഹാലക്ഷ്മിയുടെ ഫോൺ നീയാണോ അവിടെ ഉപയോഗിക്കണേന്ന് ചോദിക്കുമ്പം മഹാലക്ഷ്മി സുഖമില്ലാതെ ICUവിൽ, നിങ്ങൾ അതിന് കാരണക്കാരെന്ന് പറയുമ്പോൾ ഞാൻ എന്ത് ചെയ്തു എന്ന് അനന്ത് മോനെ നീ പറയണേ, ഞാനൊന്നും ചെയ്തില്ലല്ലോ, നിങ്ങൾക്കിപ്പോൾ പൈസയല്ലേ വേണ്ട, എന്തായാലും പൈസ ഞാൻ തരാം, ഞാനിപ്പോൾ ഇവിടെ സിറ്റി ഹോസ്പിറ്റലുണ്ട്, നിങ്ങളും കൂടി പോരെ, ഞാൻ ലൊക്കേഷൻ പറയാം, അപ്പം നിങ്ങളങ്ങോട്ട് വന്നേച്ചാൽ മതി, ഞാനും അങ്ങോട്ട് എത്തിയേക്കാമെന്ന് പറഞ്ഞ്
ഈ അനന്തു ആണെങ്കിൽ ഫോൺ വയ്ക്കുന്നുണ്ട്. ആ സമയത്താണ് കണ്ണൻ അങ്ങോട്ട് വരുന്നത്. കണ്ണൻ വന്നതും അനന്തു കണ്ണനോട് പറയുന്നുണ്ട്, കണ്ണാ നീ വന്നോ, ഇപ്പം നിൻ്റെ അമ്മാവൻ വിളിച്ച് ഫോൺ വെച്ചോളൂ എന്ന് പറയുമ്പോൾ കണ്ണൻ ചോദിക്കുന്നുണ്ട് അതെന്തിനാന്ന് ചോദിക്കുമ്പം അത് വേറൊന്നുമല്ല, നിൻ്റെ അമ്മാവൻ മഹാലക്ഷ്മിയെ ബ്ലാക്ക് ചെയ്ത് തുടങ്ങി. 10 ലക്ഷം രൂപ കൊടുത്തില്ലെങ്കിൽ സത്യങ്ങളെല്ലാം നിന്നോടും ഉണ്ണിയോടും നിൻ്റെ രണ്ടാനമ്മേനോടും പറഞ്ഞു കൊടുക്കുമെന്നും പറഞ്ഞ് അയാൾ ഭീഷണിപ്പെടുത്തണേന്ന്. അന്നേരം കണ്ണൻ പറയുന്നുണ്ട് അയാളൊക്കെ ഇത്ര വൃത്തികെട്ടവനായി പോയല്ലോ എന്ന് പറയുമ്പോൾ ലേഖ പറയുന്നുണ്ട് അതാ മേഘൻ്റെ അച്ഛനല്ലേ, അയാൾ അങ്ങനെയൊക്കെ ചിന്തിക്കുള്ളൂ. എന്തായാലും അന്ന് ആ ഒരു സാഹചര്യത്തിൽ അയാളോട് ഞങ്ങൾക്ക് സത്യങ്ങൾ പറയേണ്ടി വന്നു. അയാൾ ഇങ്ങനെ ബ്ലാക്ക് മെയിൽ ചെയ്യുന്നൊന്നും വിചാരിച്ചില്ല എന്ന് പറയുമ്പം കണ്ണൻ പറയുന്നുണ്ട് അയാൾക്ക് കിട്ടിയ ഒരു അവസരമല്ലേ, അത് അയാൾ മുതലാക്കാൻ നോക്കണേ. എന്തായാലും നീ ഇവിടെ നിൽക്ക്, ഞാനൊന്ന് പോയി അയാളെ കണ്ടിട്ട് വരാമെന്നും പറഞ്ഞ് അനന്തു അങ്ങോട്ട് പോകുന്നുണ്ട്. അതേസമയം നമ്മളുടെ വാമദേവനാണെങ്കിൽ ഭയങ്കര സന്തോഷത്തിലാണ്. അപ്പോൾ സീമന്തിന് ചോദിക്കുന്നുണ്ട് എന്തായി വാമേട്ട, മഹാലക്ഷ്മി പൈസ തരാമെന്ന് പറഞ്ഞു എന്ന് ചോദിക്കുമ്പോൾ മഹാലക്ഷ്മി അല്ല ഫോൺ എടുത്തത് അനന്തുവാ. അതെന്താ അവനെടുത്തേ, ഇനി അവനോടൊക്കെ പറഞ്ഞു കൊടുത്ത് അവരത് കണ്ണനോട് പറഞ്ഞ് പ്രശ്നമാവോ, ഇനി വാമേട്ടനോട് ചെല്ലാൻ പറഞ്ഞത് വാമേട്ടനെ അനന്തു തല്ലാനായിരിക്കും എന്ന് ചോദിക്കുമ്പം അവൻ തല്ലിയാലും കുഴപ്പമില്ലടി, ഞാൻ എങ്ങനെയെങ്കിലും പൈസ വാങ്ങിയെടുക്കും. ഇനി അവർ പൈസ തന്നില്ലെങ്കിൽ ഞാൻ സത്യങ്ങളെല്ലാം ഉണ്ണിയോടും കണ്ണനോടും ദുർഗയോടും പറയും. അപ്പോൾ പിന്നെ കരുണയുടെ മഹാലക്ഷ്മിയുടെയൊക്കെ ജീവിതം തകരൂലേ, അതുകൊണ്ട് അവർ പൈസ തരും. ഇങ്ങനെ പതിയെ നമ്മൾ അനന്തുവിനെ മഹാലക്ഷ്മിയെയും ഒരു കറവപ്പശു ആക്കി എടുക്കുമെന്ന് പറയുമ്പം സീമന്തിന് പറയുന്നുണ്ട് തൽക്കാലം ഇപ്പോൾ തരാമെന്ന് പറഞ്ഞാൽ 10 ലക്ഷം എങ്ങനെയെങ്കിലും മേടിച്ചെടുക്കാൻ നോക്ക്, അതിനുശേഷമല്ലേ ബാക്കിയുള്ളതെന്ന്. ഈ സമയത്ത് നമ്മളുടെ കരുണയാണെങ്കിൽ ഈ പൈസ മഹാലക്ഷ്മിയോട് മേടിക്കണ കാര്യമൊക്കെ വാമദേവനും സീമന്തിനിയും പറയുന്നത് പുറത്ത് നിന്ന് കേൾക്കുന്നുണ്ട്. അങ്ങനെ എന്നാൽ ഞാനിപ്പോൾ തന്നെ പോയിട്ട് വരാം, സീമന്തിനി പൈസ കിട്ടുവാണെങ്കിൽ ഇപ്പോൾ തന്നെ കൈയോടെ മേടിച്ചുകൊണ്ട് വരാമെന്നും പറഞ്ഞ് പുറത്തേക്ക് ഇറങ്ങി വരുന്ന സമയത്ത് അയാൾ നേരെ വന്ന് പെടുന്നത് കരുണയുടെ മുന്നിലേക്കാണ്. കരുണേനെ കണ്ടതും അയാൾ ആകെ പകച്ചു പോകുന്നുണ്ട്. എന്നിട്ട് കരുണ എന്താ അമ്മാവന് ഇത് എവിടെ പോവാന്ന് ചോദിക്കുമ്പോൾ അല്ല ഞാനൊന്ന് പുറത്ത് വരെ പോവാ, അപ്പോൾ കിട്ടുന്ന പൈസയുടെ പകുതി എനിക്കല്ലേ എന്ന് ചോദിക്കുന്ന സമയത്ത് ഈ വാമദേവനാണെങ്കിൽ ആകെ വിളിക്കുന്നുണ്ട് ഏത് പൈസയാണ് മോളെ എന്തൊക്കെയാണ് പറയണേന്ന് ചോദിക്കുമ്പോൾ അമ്മാവനും അമ്മായിയും അവിടെ നിന്ന് പറഞ്ഞതെല്ലാം ഞാൻ കേട്ടു. ഇപ്പോൾ മഹാലക്ഷ്മിയുടെ കയ്യിൽ നിന്ന് 10 ലക്ഷം രൂപ വാങ്ങാനല്ലേ അമ്മാവൻ പോണത്, അതിൽ നിന്ന് 5 ലക്ഷം രൂപ എനിക്ക് തന്നെ, അല്ലെങ്കിൽ ഞാൻ സത്യങ്ങളെല്ലാം എല്ലാവരോടും പറയും. ശരിക്കും എൻ്റെ അച്ഛനാ കൊന്നെങ്കിലും അച്ഛനെയും കൊണ്ട് അത് ചെയ്യിപ്പിച്ചത് അമ്മാവനാന്നുള്ള സത്യം അനന്തുവിനോ ലേഖയ്ക്കോ മഹാലക്ഷ്മിക്കോ ഒന്നും അറിയില്ല. കിട്ടുന്ന പൈസയിൽ നിന്ന് പകുതി എനിക്ക് തന്നില്ലെങ്കിൽ ആ സത്യങ്ങളെല്ലാം ഞാൻ അവരെയൊക്കെ അറിയിക്കും. പിന്നീട് അമ്മാവിൻ്റെ അവസ്ഥ എന്താവുമെന്ന് പറയാൻ പറ്റില്ല എന്ന് പറയുമ്പം വാമദേവൻ പറയുന്നുണ്ട് മോളെ ചതിക്കല്ലേ, മോളെന്താ ഇങ്ങനെയൊക്കെ പെരുമാറണേ, ഞാൻ എന്ത് പെരുമാറിയെന്ന് അമ്മാവൻ പറയണേ, അമ്മാവനല്ലേ ഏറ്റവും വൃത്തികെട്ട രീതിയിൽ പെരുമാറണേ, ശരിക്കും അമ്മാവനല്ലേ ഇതിൽ കൊലയാളി, എന്നിട്ട് അമ്മാവൻ ചെയ്ത കുറ്റത്തിന് മഹാലക്ഷ്മിയെ ബ്ലാക്ക് ചെയ്ത് പൈസ വാങ്ങാൻ പോവുമല്ലേ, പിന്നെ എന്തിനാ ഞാൻ അമ്മാവനോട് വിട്ടുവീഴ്ച ചെയ്യണേ, ആ പൈസയിൽ നിന്ന് പകുതി പൈസ എനിക്ക് കിട്ടിയില്ലെങ്കിൽ അമ്മാവൻ വിവരം അറിയുന്നു. ആ സമയം വാമദേവൻ പറയുന്നുണ്ട് പൈസ ആദ്യം കിട്ടുമോയെന്ന് നോക്കട്ടെ, കിട്ടിയിട്ടല്ലേ ബാക്കി കാര്യം എന്ന് പറയുമ്പോൾ കരുണ പറയുന്നുണ്ട് കിട്ടുമോ കിട്ടൂലോ എന്നൊന്നും അറിയില്ല, പക്ഷെ കിട്ടിയിട്ടുണ്ടെങ്കിൽ അമ്മാവൻ എനിക്കത് തന്നെ, ഇല്ലെങ്കിൽ ആ പൈസ അമ്മാവൻ്റെ കയ്യിലും ഉണ്ടാവില്ല എന്ന്. അങ്ങനെ വാമദേവൻ ഞാൻ പോയിട്ട് വരാമെന്നും പറഞ്ഞ് പോയതും ഈ കരുണ ചോദിക്കുന്നുണ്ട് ഇപ്പം മേഹേട്ടൻ എങ്ങനെയുണ്ട് അമ്മായി എന്ന് ചോദിക്കുമ്പം മേഹേനും ഒരു മാറ്റമില്ല, അങ്ങനെ തന്നെ കിടക്കുക, ഞാനൊന്ന് മേഹേട്ടനെ പോയി കണ്ടിട്ട് വരച്ചതെന്നും പറഞ്ഞ് കരുണയാണെങ്കിൽ മുകളിലോട്ട് പോണ സമയത്ത് ഈ സീമന്തിന് സ്വയം പറയുന്നുണ്ട് ഇവള് അയാളുടെ മകള് തന്നെയാണ്, അച്ഛൻ്റെ അതേ സ്വഭാവം ഇവൾക്കെന്ന്. അത് കേട്ടതും കരുണ തിരിഞ്ഞു നോക്കിയിട്ട് എന്താ അമ്മായി എന്തെങ്കിലും പറഞ്ഞു എന്ന് ചോദിക്കുമ്പോൾ ഇല്ല അച്ഛനിപ്പോൾ എന്തെങ്കിലും മാറ്റം ഉണ്ടോ എന്ന് ചോദിച്ചതാ മോളെ എന്ന് പറയുമ്പം അച്ഛന് മാറ്റം ഉണ്ടായ അമ്മാവൻ്റെ ബ്ലാക്ക് മെയിലിങ് നടക്കും, ഇല്ലെങ്കിൽ അച്ഛൻ തന്നെ സത്യങ്ങളെല്ലാം എല്ലാവരോടും പറയുമെന്ന്. ഇത് കേട്ടതും സീമന്തിനിക്കാണെങ്കിൽ ആകെ ഷോക്കാവുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ കണ്ണനാണെങ്കിൽ മഹാലക്ഷ്മിയുടെ റൂമിലേക്ക് വന്നതും മഹാലക്ഷ്മിയോട് പറയുന്നുണ്ട് അമ്മാവൻ ബ്ലാക്ക് മെയിൽ തുടരുമല്ലേ എന്ന് ചോദിക്കുമ്പോൾ പിന്നെയും വിളിച്ചോ അയാളെന്ന് ചോദിക്കുന്ന സമയത്ത് ഇപ്പോൾ അനന്തു ഫോൺ എടുത്തിട്ട് ഇപ്പോൾ തന്നെ അയാളെ കാണാനായിട്ട് പോയിട്ടുണ്ട്, ഇന്നത്തോടുകൂടി അയാളുടെ ബ്ലാക്ക് മെയിലിങ് എന്തായാലും അവസാനിക്കും. ആ സമയത്ത് മഹാലക്ഷ്മി പറയുന്നുണ്ട് ഇനി അയാൾ ആ ദേഷ്യത്തിന് ഉണ്ണിയോടും അമ്മയോടൊക്കെ സത്യങ്ങൾ പറഞ്ഞാലോ കണ്ണേട്ട, അപ്പോൾ കരുണയ്ക്ക് അത് പ്രശ്നമാവില്ലേ എന്ന് ചോദിക്കുമ്പം എൻ്റെ അച്ഛൻ്റെ കൊലയാളിയുടെ മകള് സന്തോഷമായിട്ട് ജീവിക്കണമെന്നൊന്നും ഞാൻ ആഗ്രഹിക്കണില്ല മഹി, ഇനിയിപ്പോൾ അത് കാരണം അവളുടെ ജീവിതം തകരുവാണെങ്കിൽ അങ്ങ് തകരട്ടെ, അതിന് നമ്മളെന്തിനാ വിഷമിക്കണേ, എന്നാലും മനുഷ്യരെന്താ കണ്ണേട്ട ഇങ്ങനെ, ഒരിക്കലും ഇവരൊന്നും നന്നാവില്ലേ എന്ന് ചോദിക്കുമ്പം കണ്ണൻ പറയുന്നുണ്ട് അതങ്ങനെയുള്ള ജന്മങ്ങളാണ്, എന്തായാലും അവരുടെ കാര്യമൊന്നും നമ്മൾ ആലോചിക്കേണ്ടതാണ്. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ വാമദേവനാണെങ്കിൽ കാറുമായിട്ട് ഇങ്ങനെ വന്ന് നിൽക്കുകയാണ്.
അനന്തുവിനെ കാണാണ്ട് ഇങ്ങനെ നോക്കി നിൽക്കുന്ന സമയത്ത് അനന്തുവിൻ്റെ കാർ അങ്ങോട്ട് വരുന്നുണ്ട്. അനന്തുവിനെ കണ്ടതും വാമദേവനാണെങ്കിൽ നല്ല ചിരി ചിരിച്ചുകൊണ്ട് ചെന്നിട്ട് അനന്തുവിനോട് പറയുന്നുണ്ട്, എന്തായി അനന്തുകുട്ട, അവൾ ആസ്പത്രിയിലാണെന്ന് നീ പറഞ്ഞത് സത്യമാണോ? എനിക്കതങ്ങനെ വിശ്വാസമായിട്ടില്ല എന്ന് പറയുമ്പോൾ അനന്ത് പറയുന്നുണ്ട്, അമ്മാവനക്ക് സംശയമാണെങ്കിൽ അമ്മാവൻ ആസ്പത്രിയിലേക്ക് ജയിലിൽ സിറ്റി ഹോസ്പിറ്റലിലാണ് കിടക്കണേ, ഇപ്പം ചെന്നാൽ കാണാൻ പറ്റുമെന്ന് പറയുമ്പം, അല്ല അവളുടെ കുഞ്ഞിന് കുഴപ്പമൊന്നുമില്ലല്ലോ, കുഞ്ഞ് പോയിട്ടൊന്നുമില്ലല്ലോ എന്ന് പറയുമ്പോൾ അനന്തുവിനാണെങ്കിൽ നല്ല ദേഷ്യം വരുന്നുണ്ട്. എന്നിട്ട് അനന്ത് ചോദിക്കുന്നുണ്ട്, നിങ്ങളൊക്കെ ഒരു മനുഷ്യനാണോ? ഈ അവസരം നിങ്ങൾ മുതലെടുക്കാൻ നോക്കുകയാണോ എന്ന് ചോദിക്കുമ്പം, ഞാൻ എന്ത് മുതലെടുപ്പ് നടത്തിയെന്ന് അനന്തുകുട്ട നീ പറയണേ, എനിക്കിപ്പോൾ പൈസയ്ക്ക് കുറച്ച് അത്യാവശ്യമുണ്ട്, അതുകൊണ്ട് ഞാൻ ചോദിച്ചതല്ലേ എന്ന് പറയുമ്പോൾ, ഞാൻ നിങ്ങളോട് സത്യങ്ങൾ തുറന്നു പറഞ്ഞപ്പോൾ തന്നെ മനസ്സിൽ വിചാരിച്ചതാണ് നിങ്ങൾ ഇതും പറഞ്ഞ് ബ്ലാക്ക് മെയിലിങ്ങിന് വരുമെന്ന്. എന്തായാലും നിങ്ങൾ ഇത്രയും ക്രൂരനാവാൻ പാടില്ല എന്ന് പറയുമ്പം ഈ വാമദേവൻ പറയുന്നുണ്ട്, അതിനെന്താടാ പ്രശ്നം, ഇനിയിപ്പോൾ കണ്ണനും മഹാലക്ഷ്മിയും തമ്മിലുള്ള ബന്ധം അവസാനിച്ചാലും കണ്ണൻ്റെ സ്വത്തുക്കളുടെ പകുതി അവൾക്ക് കിട്ടൂലേ, പിന്നെ അതിൽ നിന്നും ഒരു അംശമല്ലേ ഞാൻ ചോദിക്കണുള്ളൂ, അത് അവൾക്ക് എനിക്ക് തരണേന് എന്താ പ്രശ്നം, അത് തന്നില്ലെങ്കിൽ ഞാൻ സമ്മതിക്കൂല എന്ന് പറയണം. അന്നേരം ഈ അനന്ത് ചോദിക്കുന്നുണ്ട്, തനിക്കൊന്നും നാണമില്ലേ, താനൊക്കെ ഒരു മനുഷ്യനാണോ, കണ്ണനെ വിറ്റ് ഒരുപാട് സമ്പാദിച്ചില്ലേ എന്ന് ചോദിക്കുമ്പം, കണ്ണനും വിശ്വനാഥനും വേണ്ടി ഞാൻ ഒരുപാട് സേവനം നടത്തിയിട്ടുണ്ട്, പക്ഷേ ഞാൻ എന്തെങ്കിലും നേടിയിട്ടുണ്ടെങ്കിൽ അത് എൻ്റെ അധ്വാനത്തിൻ്റെ ഫലം കൊണ്ടാണ്, അല്ലാതെ വേറെ ആരുടെയും അധ്വാനമൊന്നുമല്ല. എന്തായാലും എൻ്റെ വിശ്വനാഥനെ കൊന്നവനാ പ്രതാപൻ, എനിക്ക് ഈ പൈസ തന്നില്ലെങ്കിൽ അവൻ്റെ മകളുടെ ജീവിതവും മഹാലക്ഷ്മിയുടെ ജീവിതവും ഞാൻ തകർക്കുമെന്ന്. അത് കേട്ടതും നമ്മളുടെ അനന്തു ആണെങ്കിൽ ഇയാൾ എത്രത്തോളം സംസാരിക്കുമെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഇയാളുടെ സംസാരമൊക്കെ കേട്ടിങ്ങനെ മിണ്ടാണ്ട് നിൽക്കുന്ന ആ ഒരു സീനിലാണ് എപ്പിസോഡ് അവസാനിക്കുന്നത്. ശരിക്കും വാമദേവൻ വിചാരിച്ചിരിക്കുന്നത് അനന്തു പൈസ കൊടുക്കാനായിട്ട് വന്നേക്കണേന്ന് തന്നെയാണ്. പക്ഷെ സത്യത്തിൽ അനന്തു പൈസ കൊടുക്കാനല്ല, തല്ല് കൊടുക്കാനാണ് വന്നേക്കണേന്നുള്ളത് അടുത്ത എപ്പിസോഡിലാണ് അയാൾക്ക് മനസ്സിലാവാൻ പോകുന്നത്. എന്തായാലും നല്ല രസകരമായിട്ടുള്ള എപ്പിസോഡ് തന്നെയാണ് ഇനി വരാൻ പോകുന്നത്. അപ്പോൾ നിങ്ങളെൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള അടുത്തൊരു എപ്പിസോഡുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.